അമിത്ഷാ ബംഗാളിൽ ഇറങ്ങിയിരിക്കുകയാണ്. മമതയെ പൂട്ടും. 2026 BJP അവിടെ അധികാരത്തിൽ വരും എന്നാണ് അമിത്ഷാ പറയുന്നത്. വലിയ നീക്കമാണ് BJP കേന്ദ്ര നേതൃത്വം ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വളരെ വലിയ നീക്കമാണെന്നുള്ളതാണ് അമിത്ഷായുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത്. വെറുതെ ജയിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 3-2 ഭൂരിപക്ഷം ബംഗാളിൽ ഇത്തവണ BJP നേടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ വലിയ കാര്യങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നുഴഞ്ഞു കയറ്റക്കാരെ പൂർണ്ണമായും ഞങ്ങൾ പൂട്ടും, അതിനുവേണ്ടി സഹകരിക്കുന്നില്ല. അതിനുവേണ്ടി മമതാ ബാനർജി സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു രാജ്യദ്രോഹിയെ പോലെ രാജ്യത്തിൻ്റെ അതിർത്തി പരിപാലിക്കാൻ നമ്മളെ സഹായിക്കാതിരിക്കുകയും കൂടി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന നമ്മൾ പടിഞ്ഞാറ് പാകിസ്ഥാൻ്റെ സൈഡ് മുതൽ ചൈന കഴിഞ്ഞ് ഇങ്ങ് വന്ന് ബംഗ്ലാദേശ് വരെ അറ്റം വരെ വരുന്ന മുഴുവൻ ഭാഗത്തെയും അതിർത്തികൾ സംരക്ഷിക്കാൻ അതാത് പ്രദേശങ്ങളിലെ സർക്കാരുകൾ നമുക്ക് പിന്തുണ നൽകാറുണ്ട്. കാശ്മീർ വരെ വലിയ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ മമതാ ബാനർജി അത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. BSFന് വേലി കെട്ടാനുള്ള വെറും സ്ഥലം പോലും കൊടുക്കുന്നില്ല, വേലി കെട്ടാനുള്ള മിനിമം സ്ഥലം പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അതായത് രാജ്യം സംരക്ഷിക്കാൻ സഹായിക്കാത്ത ആള് രാജ്യദ്രോഹി എന്നല്ലേ അമിത്ഷാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വലിയ തട്ടാണ് തട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയ തിരിച്ചടിയായിരിക്കും മമതയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിഷയമാണ്, വളരെ വലിയ വിഷയമാണ്. കാരണം ബംഗാൾ കുറേ നാൾ കൊണ്ട് ഈ നുഴഞ്ഞു കയറ്റക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെ ആണെങ്കിലും നമുക്കറിയാമല്ലോ, ജോലി ചെയ്യാനായിട്ട് നമുക്ക് വളരെ സഹായകരമായി നിൽക്കുന്നവരാണ് ബംഗാളികൾ, അല്ലേ? അതെ. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആളുകൾക്ക് അവരോട് അവജ്ഞയായി കഴിഞ്ഞു. കാരണം യുവന്മാർ സൊസൈറ്റി വന്നിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. പലയിടത്തും ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവർ മയക്കുമരുന്ന് ഡ്രഗിൻ്റെ വ്യാപനത്തിന് ഒരുപാട് സഹായിക്കുന്നത് തുടങ്ങി വൈകുന്നേരങ്ങളിൽ അന്തഃഛിദ്രം ഉണ്ടാക്കുന്നതും മാലിന്യം കൂടുതൽ ഉണ്ടാക്കുന്നതുമായ പ്രവർത്തികൾ വരെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾക്ക് പോലും ഇങ്ങനെയാണ്. ഇത് വളരെ അരിച്ചു പെറുക്കി കുറച്ച് പേര് ട്രെയിൻ കയറി എത്രയോ 2500 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. മറ്റേത് അങ്ങനെയല്ല. ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ പോലെയാണ് ഈ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്നായിരുന്നല്ലോ. ഇപ്പോൾ കേരളത്തിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് അപ്പുറം ഇപ്പുറം ആക്കുന്നത് പോലെയാണ്, നീളത്തിൽ, അല്ലാതെ പകുതിക്ക് വെച്ചല്ല. പകുതിക്ക് വെച്ചാണെങ്കിൽ ഈ ഫീൽ വരില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിനെ ഇങ്ങനെ പകുതിയാക്കി വെച്ച്, കൊല്ലത്തിനെ പകുതിയാക്കി വെച്ച്, ആലപ്പുഴ പകുതിയാക്കി വെച്ച്, കണ്ണൂർ കാസർഗോഡ് വരെ ഇങ്ങനെ പകുതിയാക്കി പോകുന്നത് പോലെ ഒരു അതിർത്തിയാണ് ഈ ബംഗ്ലാദേശും ബംഗാളും തമ്മിൽ. ഇത് കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളുമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. ഈ സാധനം അവിടെ കുറേ നാളായിട്ട് അതിരുകളില്ല, അതിർത്തിയില്ല, അങ്ങോട്ട് ആൾ കയറി ഇങ്ങോട്ട് ആൾ കയറി ഇങ്ങനെ കിടന്ന് ഇത് മാറ്റാനായിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടത്തി വരുന്ന ശ്രമങ്ങളെ മുഴുവൻ മമതാ ബാനർജി തുരങ്കം വയ്ക്കുകയായിരുന്നു. അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരുടെ നേതാവായിട്ട് മമതാ ബാനർജി മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പാലിക്കുന്നതിൽ അവർ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പോലും ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നരേന്ദ്രമോദി പറ്റ്നയിൽ നിന്നൊരു പ്രസംഗം നടത്തി. പറ്റ്നയിൽ നിന്ന് ഇനി ഗംഗാ നദി കൽക്കത്തയിലേക്ക് ഒഴുകും എന്ന് പറഞ്ഞാൽ ആ വിജയത്തിൻ്റെ നദി ബംഗാളിൽ 202 സീറ്റ് 243-ൽ 202 സീറ്റ് പിടിച്ച ആ ശക്തി ഇനി പാറ്റ്നയിൽ നിന്നും ബംഗാളിലേക്ക് ഒഴുകും, കൽക്കട്ടയിലേക്ക് ഒഴുകും എന്ന് പറഞ്ഞ പോലെ അമിത്ഷാ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 3-2 ഭൂരിപക്ഷം ഇത്തവണ നേടും. കാരണം ഈ നുഴഞ്ഞു കയറ്റക്കാരെ മുഴുവൻ വെട്ടിക്കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ഇടവും വലവും കൈകൾ അരിഞ്ഞു എന്ന് അമിത്ഷായ്ക്ക് അറിയാം. BJP കണ്ടുപിടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ച് പുറത്താക്കുന്നതിനാണ് SIR നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ വലിയൊരു ഏതാണ്ട് 1 കോടി അടുപ്പിച്ച് വരുന്നത് വെളിയിലാകുന്ന ലക്ഷണമാണ്. 70 ലക്ഷത്തിനപ്പുറം അവിടെ അത്തരത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞു. അതിനിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇത് മമതാ ബാനർജി ഒരു വലിയ സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. ഇത് അതായത് വ്യാജ ID കാർഡ് വരെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അത് ഈയിടെ എൻഫോഴ്സ്മെൻറ്റ് ഈ കേന്ദ്ര ഏജൻസികൾ അവിടെ പോയി പലതും പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ ID കാർഡുകൾ അനധികൃതമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് മരിച്ചുപോയവരുടെയൊക്കെ പേരിലുള്ള കാർഡുകൾ എടുത്തിട്ട് അതിൽ ഫോട്ടോ മാത്രമേ ഇപ്പോഴുള്ളവൻ്റെ വയ്ക്കും. നുഴഞ്ഞു കയറി ഇന്നലെ വന്നവൻ്റെ ഫോട്ടോ മറ്റേ മരിച്ചു പോയവൻ്റെ ഫോട്ടോയിൽ കയറ്റും.
ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പിന്നെ പഴയതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകൾ പലത് കണ്ടുപിടിച്ചു. അപ്പം ഇപ്പോൾ ഈ RSSകാരൊരു വലിയ സംഘം അവിടെ കയറി താവളം ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നത് ആരൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഒരു സംഘത്തിനെ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. RSS നിന്ന് തന്നെ ഒരു സംഘം പോയിട്ടുണ്ട്. അവർ ഇവരോട് പറയുകയാണ്, ഇപ്പോഴത്തെ പുതിയ നിയമം അറിയാമല്ലോ, പാസ്പോർട്ട് നിയമം, പൗരത്വ നിയമമൊക്കെ ആകെ മാറ്റിയിട്ടുണ്ട്. അതായത് പിടിച്ചാൽ 10 വർഷം ജയിലിൽ കിടക്കും. പിന്നെ അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. നീ വിദേശിയാണ്, ഇവിടെ നുഴഞ്ഞു കയറി അനധികൃതമായിട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, നേരെ പിടിച്ച് ജയിലിനകത്ത് ഇവിടെ ജയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിടിച്ചിടുകയാണ്. പിന്നെ മമതയല്ല, ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് ഓടിയ കുറേ പേരുണ്ട്. അങ്ങനെ കുറേ പേരെ ഓടിച്ചു. ബാക്കി എന്നിട്ടും പഴയ മരിച്ചുപോയ ആളിൻ്റെ ഫോട്ടോ മാറ്റി പുതിയ ഫോട്ടോ വെച്ചിട്ട് ഒക്കെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ID നോക്കുമ്പോൾ കറക്റ്റാണ്, പണ്ടേ ഉള്ള ID ആണ്. ആധാർ പഴയത്, വോട്ടർ ID പഴയത്, 30 വർഷം പിന്നെ ജ്യോതിബാസ് കൊടുത്ത ID കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. പക്ഷേ അത് ചകഞ്ഞ് നോക്കുമ്പോഴാണ് ഇപ്പോൾ BJPക്കാർക്ക് മനസ്സിലാകുന്നത് അതിൽ പടം മാത്രമേ ഉള്ളൂ ഇവൻ്റേത്, ബാക്കി മറ്റവൻ്റെയാണ്. അവൻ ചത്ത് മണ്ണടിഞ്ഞിട്ട് നാൾ കുറേയായി. അപ്പം അങ്ങനെ കുറേ പേരെ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ വലിയ തോതിൽ അവിടെ മമതാ ബാനർജി, അതുകൊണ്ടാണ് മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ BJPക്ക് മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ എന്താ വിഷമം? ലാലു പ്രസാദ് യാദവും പിന്നെ മുലായം സിംഗ് അഖിലേഷ് യാദവും ഒക്കെ എത്രയോ കളിച്ചതാണ്. ഇപ്പോൾ പിന്നെ ലാലുവിൻ്റെ മകൻ അതുപോലെ ഭയങ്കരമായ കളി കളിച്ചിട്ട് ബീഹാറിൽ പൊളിഞ്ഞു പോയില്ലേ? എന്തൊരു വാഗ്ദാനമാണ് നൽകിയത്. ഓരോ വീട്ടിലും ഒരാൾക്ക് ജോലി, ഏതാണ്ട് 2.25 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞു. 10-25,000 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ 2.5 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എത്ര ശക്തമായാണ് BJP അവിടെ താഴെ തട്ടിൽ വരെ ആൾക്കാരെ കയ്യിലെടുത്തിരിക്കുന്നത്. വികസനം പറഞ്ഞ്, റോഡ് റെയിൽ സംവിധാനം പറഞ്ഞ്, ഗ്യാസ് കണക്ഷൻ പറഞ്ഞ്, ടോയ്ലറ്റ് പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ്, പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു, അതിൻ്റെ മേൽമ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ താഴെത്തട്ടിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്ക് നടത്തി 243-ൽ 202 വോട്ട് സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് ബീഹാറിൽ നിസ്സാരമല്ല. അത്രയ്ക്ക് ശക്തമായിട്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് നരേന്ദ്രമോദി പട്നയിൽ ആ വിജയത്തിൻ്റെ ആവേശത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ബംഗാളിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്, ഗംഗാനദി ബംഗാളിലേക്ക് ഒഴുകും, ആ ഒഴുക്കിൽ മമതാ ബാനർജി ഒലിച്ചു പോകും. ബംഗാളിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസും BJPയും മാത്രമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലായിരിക്കും. കാരണം തൃണമൂലിനോടൊപ്പം മറ്റാരും ഇല്ല. ആരുമില്ല. തൃണമൂലിൻ്റെ അടുത്ത് BJPക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഗുണ്ടകൾ മരണത്തിന് തയ്യാറായി വന്നിരിക്കുന്നവനാണ് ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലേ, അവൻ അവിടെ ഗതിയില്ല, അവിടെ പോയാൽ പട്ടിണി കിടന്ന് ചാവും. അതിനും ഇവിടെ നല്ല ചാപ്പാടൊക്കെ തിന്ന് നല്ല സൂചിച്ച് മമതയുടെ സപ്പോർട്ടോടുകൂടി, മമതയുടെ പോലീസിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ ഇങ്ങനെ കഴിയല്ലേ. അപ്പം അവൻ എന്തിനും റെഡിയാണ്. അവൻ വെടിവെക്കണമെന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ, അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. BJPക്കാർ അവിടെ ധീം ധരികിടതുമായി പോകുന്നത് അവിടെയാണ്. ബീഹാറിനേക്കാൾ വലിയ ഗുരുതരമായ അവസ്ഥയാണ് ബംഗാളിലുള്ളത്. അടിച്ച് തകർത്ത് കളയും. നമ്മൾ കണ്ടതല്ലേ, ധൻഖർ വന്നപ്പോൾ അങ്ങനെ തടുക്കുകയാണ്. സ്പീക്കറായിരുന്ന ഗവർണറായിരുന്ന ധൻഖറെ തടുത്തു. അത് കഴിഞ്ഞ് വന്ന ആനന്ദബോസിനെ അവർ ചെറുക്കുന്നു. ഇതാരാ ചെറുക്കുന്നേ? ഈ റോഹിംഗ്യൻസാണ്, അല്ലാതെ ബംഗാളികളല്ല. മനസ്സിലായില്ലേ? കൂലിപ്പട്ടാളം പോലെ നിൽക്കുകയല്ലേ. അവരെ കൊണ്ടാണ് CPM-മാരെ അടുപ്പിച്ചത്. മമതാ ബാനർജി ബംഗാളിൽ അടിത്തറയിട്ടത് CPM-മാരുടെ ഓഫീസ് ഓട്ടം പിടിച്ചിട്ടാണ്. കാരണം ഈ കൂലിപ്പണി ചെയ്യിക്കാനായിട്ട് ഈ റോഹിംഗ്യൻസിന് CPM-മാർ പോയി. അത് ബംഗാളിൽ ജ്യോതിബാസുവിൻ്റെ കാലം മുതലേ ഉണ്ട് ഈ പരിപാടി. അവിടെ നിന്ന് വരുന്നവന് ഇതുപോലെ ID കാർഡും ഒക്കെ കൊടുത്ത് അവനെ കൂടെ നിർത്തി ഇങ്ങനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മമതയ്ക്ക് മനസ്സിലായി ഇത് പൂട്ടിയാലേ പറ്റുള്ളൂ. അപ്പോൾ അവന്മാരത്ത് പറഞ്ഞു, നിൻ്റെയൊക്കെ നേതാക്കന്മാരെ നോക്ക്, അവൻ്റെയൊക്കെ ബംഗ്ലാവ് നോക്ക്, നീയൊക്കെ എപ്പോഴും ഈ എച്ചിലിനകത്തും ചാണകക്കുഴിക്കകത്തും കിടക്കുകയല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, പോയി അടിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയൊക്കെ അടി കൊടുത്ത് ആ ഓഫീസുകളെല്ലാം പിടിച്ച് അവിടെയെല്ലാം തൃണമൂൽ ഓഫീസ് എന്ന് ബോർഡ് വെച്ചത്. അങ്ങനെയാണ് ബംഗാൾ പിടിച്ചത്. അപ്പോൾ BJPക്ക് അതൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ BJPക്ക് CPM-മാരെ അടിക്കാൻ നിൽക്കേണ്ടി വന്നേനെ. അവർക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഇനി മമതയെ അടിച്ചാൽ മതി. മമതയെ അടിക്കുന്നതിന് CPM-കാരും അനുകൂലമാണ്, കോൺഗ്രസ്സുകാരും അനുകൂലമാണ്.
പക്ഷേ നിവൃത്തിയില്ല. വൻ ഗ്യാങ് സെറ്റപ്പും മമതയുടെ കൈവശമുണ്ട്. അതിനെ പൊളിക്കുമെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പൊളിച്ച് തകർക്കും, 3-2 ഭൂരിപക്ഷം പിടിക്കും. എന്തായാലും വലിയൊരു പോരാണ് വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.